നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ലളിതാമ്മയുടെ അടുക്കൽ വന്നിട്ട് ആരതി പറയുന്നുണ്ട്, അമ്മ കാണാൻ ആഗ്രഹിച്ച ഒരാൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും രാഖി അങ്ങോട്ടേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആരതി ലളിതാമ്മ സുരക്ഷിതമായി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ലളിതാമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. അസുഖങ്ങളെല്ലാം ഭേദമായി. രാഖിയെ കാണുമ്പോഴത്തേക്കും വലിയ സന്തോഷമാവുന്നുണ്ട്. രാഖി ഓടി വരുന്നുണ്ട് കേട്ടോ ലളിതാമ്മയുടെ അടുക്കലേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ വിഷമിക്കേണ്ട, അമ്മയെ ഞാൻ നോക്കും, അമ്മ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നെ കാണണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നെന്നും നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് വേണം എനിക്ക് മരിക്കാനെന്നും ഒക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം നിൻ്റെ കൂടെ വരുന്നില്ല എന്ന് ലളിതാമ്മ പറയാട്ടോ ചെയ്യുന്നത്. മക്കളെല്ലാം ഇത്ര സ്വാർത്ഥരായി പോകുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൊച്ചേട്ടൻ ചെയ്ത തെറ്റിനെ എല്ലാവരെയും കൂടെ പറയല്ലേ അമ്മയെന്ന് രാഖി പറയാട്ടോ ചെയ്യുന്നത്. അവൻ്റെ പേരിവിടെ മിണ്ടിപ്പോരുത്. അവനെന്നെ കൊല്ലാൻ വേണ്ടി നോക്കി, അറിയാമോ? അവന് സ്വത്ത് മാത്രം മതി. എത്ര ആഗ്രഹിച്ച് മോഹിച്ച് ഞാൻ അവനെ വളർത്തിയതാണ്. എന്തുമാത്രം ഞാൻ അവനെ സ്നേഹിച്ചു. മക്കൾക്ക് വേണ്ടി സ്വത്തുക്കളെല്ലാം സൂക്ഷിച്ചു വെച്ച എനിക്ക് ഈ ഗതി തന്നെ വന്നല്ലോ എന്നൊക്കെ ലളിതാമ്മ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കേണ്ട, അമ്മ എൻ്റെ കൂടെ പോരെ, അമ്മ ഞാൻ പൊന്നുപോലെ നോക്കാമെന്ന് പറയുന്നു. അപ്പോൾ ആരതി ഇങ്ങനെ നോക്കാട്ടോ ചെയ്യുന്നത്. സ്വന്തമായിട്ടേ അവൾക്ക് നോക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ ലളിതാമ്മയും കൂടെ കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ ആരതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ ലളിതാമ്മ പറയുന്നുണ്ട്, ഇനി ഇപ്പം എല്ലാവർക്കും സ്വത്തുക്കൾ തുല്യമായി ഭാഗിച്ചു തന്നിട്ട് എനിക്ക് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോകണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഇതിന് അമ്മ എവിടെ പോകാനാണ്, അമ്മ എൻ്റെ കൂടെ തന്നെ വേണമെന്നും എനിക്ക് എൻ്റെ മരണം വരെ അമ്മ എൻ്റെ കൂടെ ഒപ്പം ഉണ്ടാവണമെന്നും പറയുന്നു. നിൻ്റെ മരണമോ? നീ എന്തൊക്കെയാണ് രാഖി പറയുന്നത്? എന്താ രാഖി നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്? ആരതി നിൻ്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ കാര്യം? എന്നോട് പറ എന്ന് ലളിതാമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ആരതിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി രാഖി ഇരുന്ന രാഖിയുള്ള സത്യങ്ങളെല്ലാം വിളിച്ചു പറയുമെന്ന്. അപ്പോൾ രാഖിയെ വിളിച്ചോണ്ട് പോവാട്ടോ ചെയ്യുന്നത്. നീ എന്താ ഈ കാണിക്കുന്നത്? നീ സ്വയം നിയന്ത്രിക്കാതെ നീ എങ്ങനെയാണ് നീ ഈ രഹസ്യം ഒളിപ്പിച്ച് വെക്കാനായിട്ട് പോകുന്നത്? നീ വിചാരിക്കുന്നു ഇതാരും അറിയരുതെന്ന്. എന്നിട്ട് നീ തന്നെ ഇപ്പോൾ അമ്മയോട് പറഞ്ഞേനേലോ എന്ന് പറയട്ടോ ചെയ്യുന്നത്. അത് ചേച്ചി, സ്വന്തം അമ്മ വന്ന് തലോടുമ്പോൾ ആരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾ ആ സത്യങ്ങളെല്ലാം അമ്മയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞു പോകുമെന്ന് പറയട്ടോ ചെയ്യുന്നത്. ഇനി എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം, എൻ്റെ അമ്മയെ എനിക്ക് പൊന്നു പോലെ നോക്കണം, ഞാൻ കൊണ്ടുപോകും ചേച്ചി അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, നിനക്ക് നിന്നെ തന്നെ നോക്കാൻ പറ്റുന്നില്ല, നീ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നീ അമ്മയെ കൊണ്ടുപോകണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അത് പറഞ്ഞാൽ പറ്റില്ല ചേച്ചി, എനിക്ക് അമ്മയെ കൊണ്ടുപോകണം, എൻ്റെ കൂടെ അമ്മ ഉണ്ടാവണം, എൻ്റെ കണ്ണ് അടയുന്നിടം വരെ അമ്മ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് എന്നോടൊപ്പം തുള്ളിച്ചാടി നടക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പം നീ നിൻ്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് ആരതി ചോദിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ രാഖി, നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒരു പ്രൊഫസറെ കാണാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തിനാ ചേച്ചി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഞാനിപ്പോൾ എൻ്റെ മനസ്സിനെ സജ്ജമാക്കി കഴിഞ്ഞു എന്നും വെറുതെ ട്രീറ്റ്മെൻറ്റ് കൂടി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസം കൂടെ ആയുസ് കിട്ടുമായിരിക്കും. പക്ഷേ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല. വികൃതമായ രൂപത്തിൽ എനിക്ക് ജീവിക്കേണ്ട, പിന്നീട് എന്നെ തൊടാൻ പോലും എൻ്റെ രാജീവേട്ടൻ എന്നെ അറയ്ക്കും. അതിനു മുമ്പ് എനിക്ക് കൊച്ചേട്ടനെ ഒന്ന് കാണണമെന്നും ആ വീഡിയോ ചേച്ചി എനിക്ക് അയച്ചു തരണമെന്നും എനിക്ക് 2 വർത്തമാനം ആ മുഖത്ത് നോക്കി പറയണമെന്നും പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാഖി അവിടുന്ന് ഇറങ്ങി നേരെ രാജേന്ദ്രൻ്റെ ഒക്കെ അടുത്തേൽ വരുന്നു. രാജേന്ദ്രൻ ഉടനെ നാടകം തുടങ്ങുകട്ടോ ചെയ്യുന്നു. ഞാൻ അമ്മയെ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, അമ്മയോട് ഞാൻ ശലം കയർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ വേദന മനസ്സിലായെന്നൊക്കെ പറയുന്നു. അഭിനയം നന്നായിട്ടുണ്ട് കൊച്ചേട്ടാന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കട്ടോ രാഖി ചെയ്യുന്നത്. എന്നിട്ട് രാഖി പറയുന്നുണ്ട്, കൊച്ചേട്ടൻ മതി നാടകം നടത്തിയത്, ഏറ്റവും കൂടുതൽ അമ്മയെ ദ്രോഹിച്ചത് കൊച്ചേട്ടനാണ്, കൊച്ചേട്ടൻ്റെ സ്വത്തുക്കൾ മാത്രം മതി, എൻ്റെ കൊച്ചേട്ടൻ ഇത്രയ്ക്ക് നീചനായി പോയെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല രാഖി, ഞാൻ ഇപ്പോൾ ആത്മാർത്ഥമായിട്ടാണ് അമ്മയെ അന്വേഷിക്കുന്നത്. കൊച്ചേട്ടൻ ഒരു അക്ഷരം പറയണ്ടെന്ന് പറയട്ടെ ചെയ്യുന്നത്. എന്നെയും രാജീവേട്ടനെയും തമ്മിൽ പിരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് കൊച്ചേട്ടനാണെന്നും. അപ്പോൾ ഉടനെ തന്നെ രാജേന്ദ്രൻ പറയുന്നു, അതിന് രാജീവൻ ചതിയനായോണ്ടാണ് മോളെ ഞാൻ നിന്നെ അവിടെ അങ്ങനെ പറഞ്ഞത്, ഞാൻ നിൻ്റെ കൂടെ നിന്നത് ഒരു കൂടപ്പറപ്പ് എന്ന നിലയിൽ ആത്മാർത്ഥമായിട്ടാണ് നിന്നേന്ന് പറയുന്നു. മതി കൊച്ചേട്ടാ, കൂടുതൽ ഇനി നടിക്കണ്ടെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി ചോദിക്കുന്നുണ്ട്, എന്ത് തെളിവാണ് ഉള്ളത് രാജീവേട്ടൻ എന്നെ ചതിച്ചു എന്നുള്ളതിന്? അപ്പോൾ ഉടനെ രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത്, ഞാൻ നിന്നോട് ക്രൂരത കാട്ടിയെന്നുള്ളതെന്ന് ചോദിക്കട്ടോ. എന്താ എൻ്റെ കയ്യിലുള്ള തെളിവെന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് ആ തെളിവ് എടുത്ത് വെച്ച് കാണിക്കാട്ടോ ചെയ്യുന്നത്. ആരതി അയച്ചു കൊടുത്ത ആ വീഡിയോ, ലളിതാമ്മയോട് സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിൽ മാത്രം എഴുതി തരാൻ പറയുന്നതും അല്ലാന്നുണ്ടെങ്കിൽ കൊന്നുകളയുമെന്ന് പറയുന്ന വീഡിയോ, ഇത് കാണുന്ന രാജേന്ദ്രൻ ഞെട്ടിത്തെറിച്ചിങ്ങനെ നോക്കുക ചെയ്യുന്നത്. ഇത് ഇവക്ക് എങ്ങനെ കിട്ടി എന്ന ഭാവത്തിൽ കൊച്ചേട്ടൻ എന്താ വിചാരിച്ചേ, എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കാണുന്ന ജയരാമനും ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. സ്വന്തം പേരിലേക്ക് മാത്രമെന്ന് പറയാം, മറ്റു മക്കൾക്ക് ഒരു അവകാശവും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയരാമനെയും ചതിക്കുകയാണ് ചെയ്യുന്നത് രാജേന്ദ്രൻ. അപ്പോൾ ജയരാമനും അത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് വലിയൊരു ചതിയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല കൊച്ചേട്ടനെന്നും, ഇനി എൻ്റെ അമ്മയെ നിങ്ങൾ അന്വേഷിക്കേണ്ടായതും എൻ്റെ അമ്മ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്തുമെന്നും
ഇനി അമ്മയുടെ പിറകെ എങ്ങാനും കൊച്ചേട്ടൻ നടന്നാൽ നിങ്ങളെ ജോലി കളയാനും നിങ്ങളെ ജയിലിലാക്കാനും എനിക്ക് ഈ തെളിവ് മാത്രം മതിയെന്നും അതുകൊണ്ട് ഇനി ഒരു ബന്ധവും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് വന്നു പോകരുതെന്നും അമ്മയെ ഞാൻ കണ്ടെത്തി സുരക്ഷിതമായി കൊണ്ടുവന്ന് ഞാൻ നോക്കും പൊന്നുപോലെയെന്നും സ്വത്തും പണമല്ലേ കൊച്ചേട്ടന് വേണ്ടത് അതെല്ലാം നിങ്ങൾ എടുത്തോ എന്നും ഇനി എൻ്റെ അമ്മയെ ദ്രോഹിച്ചാൽ എൻ്റെ സ്വഭാവം മാറുമെന്നും രാഖി രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് പറയാട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ ഒരു അക്ഷരം പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം വ്യക്തമായ തെളിവോട് കൂടി തന്നെയാണ് രാഖി അത് സംസാരിക്കുന്നുണ്ട്. രാഖി പറയുന്നുണ്ട്, ഇത്രയ്ക്ക് നീചനാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നും ഇങ്ങനെ ദ്രോഹിക്കാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും അമ്മയെ കൊല്ലുമെന്നൊരു മകൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മ മരിച്ചു കഴിഞ്ഞുവെന്നും ഇനി ആ അമ്മയുടെ അവകാശം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു പോകരുതെന്നും താക്കീതും കൊടുക്കുന്നുണ്ട് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഞാൻ പോലീസിൽ അറിയിക്കുമെന്നും പിന്നെ ജയിലിലായിരിക്കുമെന്നും ജോലി നഷ്ടപ്പെടുമെന്നും നാണക്കേടാകുമെന്നും താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു തെളിവ് മാത്രം മതി നിങ്ങളെ പൂട്ടാനെന്നും രാഖി രാജേന്ദ്രൻ്റെ മുഖത്തടിച്ച് പറയാട്ടോ ചെയ്യുന്നത്. രാജേന്ദ്രൻ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യും? ഇനി ആരെ ഒന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും സാധിക്കുന്നില്ല. പിന്നീട് രാജേന്ദ്രൻ ആരുടെ മുഖത്തും നോക്കാനാവാത്ത വിധത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. ജയരാമന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്നു. ജയരാമന് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകട്ടോ ചെയ്യുന്നത്. എല്ലാം പോയല്ലോ എന്നും പണി പാളിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാജേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകട്ടോ ചെയ്യുന്നത്. പിന്നീട് അനിരുദ്ധൻ അങ്കിളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ചെയ്യുന്നത് രാഖി. രാജീവൻ ഇത് കണ്ടുകൊണ്ട് പുറകിൽ നിന്ന് വന്ന് രാഖിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ രാഖി ആകെ പകച്ച് നിൽക്കുകട്ടോ ചെയ്യുന്നത്. നിന്റെ വിഷമം ഇതുവരെ മാറിയില്ലേ രാഖി? നീ എന്താലോചിച്ചുകൊണ്ട് ഈ വിഷമിച്ചിരിക്കുന്നത്? അമ്മ സുരക്ഷിതമായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തായാലും നിന്റെ കൊച്ചേട്ടന് നല്ല അടി തന്നെയാണ് ആരതി ചേച്ചി കൊടുത്തതെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടും എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നിന്റെ ഏട്ടന്മാരോട് വഴക്കിട്ടേണ്ടി വന്നത് ഓർത്തിട്ടാണോ? അവർ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്തിട്ടാണോ എന്നൊക്കെ രാജീവൻ ചോദിക്കുന്നു. അപ്പോൾ ഉടനെ രാഖി പറയുന്നുണ്ട്, തിരുവനന്തപുരത്ത് നമ്മൾ പോയില്ലേ ശാരികയെ പറ്റി അന്വേഷിക്കാനായിട്ട്? ആ അനിരുദ്ധൻ അങ്കിളും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ശാരികയെ പറ്റി ഒരു വിവരവും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജീവന് ദേഷ്യം വരിക കേട്ടോ ചെയ്യുന്നത്. നീ എന്തിനാ രാഖി ഇങ്ങനെ ശാരികയുടെ പിറകെ നടക്കുന്നത്? അവൾ അവിടെ പാട്ടിന് വിട്, അവൾ എവിടെയാന്ന് വെച്ചാൽ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നീ വിചാരിക്കും പോലെ അവൾ ഒരു ദരിദ്രവാസി പെണ്ണൊന്നുമല്ല. ഇപ്പം അവൾ കോടീശ്വരിയാണ്. അവൾക്കിപ്പോൾ ഒരുപാട് സ്വത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ നീ അവളുടെ പിറകെ സഹതാപം കാണിച്ച് നടക്കേണ്ട ആവശ്യമില്ല. സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിനക്ക് അവളോട് സഹതാപവും സ്നേഹവും തോന്നി. ശരി, അവളിപ്പോൾ ഉടനെ തിരിച്ചു വരും. ഈ സ്വത്തുക്കളൊക്കെ ഏറ്റെടുത്ത് നടത്തും, തോട്ടവും മറ്റ് സ്ഥാപനങ്ങളുമല്ല. അപ്പം നമുക്ക് അവളെ പോയി കാണാം, കണ്ട് സംസാരിച്ച് എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റാമെന്ന് പറയുന്നു. അപ്പോൾ ഉടനെ രാഖി പറയുന്നു, അത് പോരാ, അത്രത്തോളം ഒന്നും കാത്തിരിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു. അതെന്താ നിനക്ക് പറ്റാത്തത്? നീ എന്തിനാണ് എപ്പോഴും നമ്മുടെ ഇടയിലേക്ക് ശാരികയെ പിടിച്ചുകൊണ്ട് വരുന്നത്? അതിന് വേണ്ടിയിട്ട് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഇടയിൽ ശാരിക വേണ്ട, നമുക്ക് നമ്മുടെ പഴയ ലോകത്തേക്ക് പോകാം, നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം. നമ്മുടെ ആ ഒരു സന്തോഷവും സുഖവും ഒക്കെ എന്തിനാ കളയുന്നത്? നമ്മുടെ ലോകത്ത് ശാരികയും വേണ്ട, മറ്റാരും വേണ്ട, നമ്മളും കുട്ടികളും മാത്രം മതി. നീ ഇങ്ങനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റുമെന്നൊക്കെ രാജീവൻ രാഖിയോട് തുറന്നടിക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖിയാണെങ്കിൽ ശാരിക എന്ന് മാത്രം വിചാരിക്കും. എത്രയും പെട്ടെന്ന് ശാരികയെ തിരിച്ചു കൊണ്ടുവരണം, രാജീവേട്ടനെയും കുട്ടികളെയും ശാരികയുടെ കയ്യിൽ ഏൽപ്പിക്കണം, എന്നിട്ട് സുഖമായിട്ട് കണ്ണടയ്ക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലാണ് കേട്ടോ. പിന്നീട് രാജീവൻ പല രീതിയിൽ രാഖിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാഖി അതിനൊന്നും വഴങ്ങുന്നില്ല. രാജീവൻ്റെ കൂടെ പോകുന്നുണ്ടെങ്കിലും ആ സന്തോഷമൊന്നുമില്ല. ശാരിക എന്ന് കണ്ടു കിട്ടുന്നു അന്ന് മാത്രമേ രാഖിക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനായിട്ട് സാധിക്കൂ എന്നുള്ള രീതിയിലും ആ ഭാവത്തിലും തന്നെ കേട്ടോ രാഖി രാജീവൻ്റെ കൂടെ നിൽക്കുന്നത്.